are going to deal with Keynes' fundamental psychological law of consumption. Keynes introduce ചെയ്തിട്ടുള്ള സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ അഗ്രിഗേറ്റ് കൺസംഷൻ എക്സ്പെൻഡിച്ചറും അതുപോലെ അഗ്രിഗേറ്റ് ഇൻകവും തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് തന്നെ ഉണ്ട്. കൺസംഷൻ എക്സ്പെൻഡിച്ചറും കൺസംഷനും ഇൻകവും തമ്മിൽ ഒരു ഡയറക്റ്റ് അല്ലെങ്കിൽ ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ട് എന്നുള്ളതാണ് കെയ്ൻസ് കണ്ടുപിടിച്ചിട്ടുള്ളത്. കെയ്ൻസ് അദ്ദേഹത്തിൻ്റെ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷനെ പറഞ്ഞത് അല്ലെങ്കിൽ ഡിഫൈൻ ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെൻ ആർ ഡിസ്പോസ്ഡ് ആസ് എ റൂൾ ആൻഡ് ഓൺ ദി ആവറേജ് ടു ഇൻക്രീസ് ദെയർ കൺസംഷൻ ആസ് ദെയർ ഇൻകം ഇൻക്രീസസ് ബട്ട് നോട്ട് ബൈ ആസ് മച്ച് ആസ് ദി ഇൻക്രീസസ് ഇൻ ദെയർ ഇൻകം. അപ്പോൾ കെയ്ൻസിൻ്റെ അഭിപ്രായത്തിൽ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് കൺസംഷനും ഇൻക്രീസ് ചെയ്യും. പക്ഷേ ഇൻകം ഇൻക്രീസ് ചെയ്യുന്ന അത്രയും അല്ലെങ്കിൽ ആ ഒരു പ്രൊപ്പോർഷൻ ആനുപാതികമായിട്ട് കൺസംഷൻ ഇൻക്രീസ് ചെയ്യുന്നില്ല. അതാണ് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ. ഒരാൾക്ക് ഇപ്പോൾ ഇൻകം കൂടുകയാണെന്നുണ്ടെങ്കിൽ ആ ഇൻകം വർദ്ധിച്ച ഇൻകം മൊത്തം എന്ത് ചെയ്യുന്നില്ല, കൺസംഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കൂല. കൺസംഷനും വർദ്ധിക്കുന്നുണ്ട്, പക്ഷേ ഇൻകം എത്രയാണോ വർദ്ധിച്ചത് അത്രയും കൺസംഷൻ വർദ്ധിക്കൂല എന്നുള്ളതാണ് കെയ്ൻസിൻ്റെ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ. കെയ്ൻസ് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ കൺസിസ്റ്റ് ഓഫ് 3 റിലേറ്റഡ് പ്രൊപ്പോസിഷൻസ്. എന്തൊക്കെയാണ്? ഫസ്റ്റ് വൺ, വെൻ ടോട്ടൽ ഇൻകം ഇൻക്രീസസ് കൺസംഷൻ എക്സ്പെൻഡിച്ചർ വിൽ ഓൾസോ ഇൻക്രീസസ് ബട്ട് ബൈ എ സ്മോളർ എമൗണ്ട്. ടോട്ടൽ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, കൺസംഷൻ എക്സ്പെൻഡിച്ചറും ഇൻക്രീസ് ചെയ്യും, പക്ഷേ ഒരു ചെറിയ അളവിൽ മാത്രമേ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുള്ളൂ. രണ്ടാമത്തേത്, ആൻ ഇൻക്രിമെൻറ്റ് ഓഫ് ഇൻകം വിൽ ബി ഡിവൈഡഡ് ഇൻ സം പ്രൊപ്പോർഷൻ ബിറ്റ്വീൻ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ആൻഡ് സേവിങ്. ഇപ്പോൾ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ഇൻകം ഇൻക്രീസ് ചെയ്യുന്നത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ അതുപോലെ സേവിങ് എന്ന രണ്ടെണ്ണത്തിന് വേണ്ടിയിട്ട് ചില പ്രൊപ്പോർഷൻ അനുസരിച്ചിട്ട് എന്ത് ചെയ്യും, ഡിവൈഡ് ചെയ്യും. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്ത ഇൻകം കൺസംഷൻ എക്സ്പെൻഡിച്ചറിലേക്ക് മാറ്റിവെക്കും, അതേപോലെ സേവിങ്ങിലേക്ക് മാറ്റിവെക്കും. മൂന്നാമത്തേത്, an increase in income leads to an increase in both consumption expenditure and saving than before. ഇൻകം ഇൻക്രീസ് ചെയ്യുമ്പോൾ അത് കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിലേക്കും അതേപോലെ സേവിങ്ങും ഇൻക്രീസ് ചെയ്യും. ആദ്യം ഉണ്ടായിരുന്നതിനേക്കാൾ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യും, സേവിങ്ങും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ 3 പ്രൊപ്പോസിഷനാണ് അദ്ദേഹം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ അതിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കെയ്ൻസ് ഫണ്ടമെൻ്റൽ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളുടെ ഇൻകം വർദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ കൺസംഷൻ എക്സ്പെൻഡിച്ചറും വർദ്ധിക്കും, പക്ഷേ ഇൻകം വർദ്ധിച്ച അത്രയും കൺസംഷൻ എക്സ്പെൻഡിച്ചർ വർദ്ധിക്കില്ല. ഇൻകം എത്രയാണോ വർദ്ധിച്ചത് അത് ഫുള്ളായിട്ടും കൺസംഷൻ എക്സ്പെൻഡിച്ചറിന് ഉപയോഗിക്കില്ല, കുറച്ച് സേവിങ്ങിലേക്ക് മാറ്റിവെക്കും. അപ്പോൾ ഇതാണ് കെയ്ൻസ് ഫണ്ടമെൻ്റൽ സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ. അപ്പോൾ നെക്സ്റ്റ് ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇംപ്ലിക്കേഷൻസ് ഓഫ് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ ആണ്. ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, അതുപോലെ പോസിബിലിറ്റി ഓഫ് ജനറൽ ഓവർ പ്രൊഡക്ഷൻ ആൻഡ് മാസ് അൺഎംപ്ലോയ്മെൻറ്റ്, ഡിക്ലൈനിങ് ടെൻഡൻസി ഓഫ് ദി മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ, ഡേഞ്ചർ ഓഫ് പെർമനൻറ്റ് ഓവർ സേവിങ് ഗ്യാപ്പ്, നേച്ചർ ഓഫ് ഇൻകം പ്രൊപ്പഗേഷൻ, ടേണിംഗ് പോയിൻറ്റ്സ് ഓഫ് ദി ബിസിനസ് സൈക്കിൾ. ഇത്തരത്തിലുള്ള 6 പോയിൻറ്റ്സ് ആണ് ഇംപ്ലിക്കേഷൻസിൽ കൊടുത്തത്. അപ്പോൾ അത് നിങ്ങൾ വായിച്ചു നോക്കുക. ദെൻ ഡിറ്റർമിനൻസ് ഓഫ് കൺസംഷൻ. ഡിറ്റർമിനൻസ് ഓഫ് കൺസംഷനിൽ വരുന്നത് സബ്ജക്റ്റീവ് ഫാക്ടേഴ്സും ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സും ആണ്. ഇപ്പോൾ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സിൽ വരുന്നത് പ്രിക്വേഷൻ, ഫോർസൈറ്റ്, കാൽക്കുലേഷൻ, ഇൻഡിപെൻഡൻസ്, എൻ്റർപ്രൈസ്. അതായത് നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും വരുമെന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടുന്ന ഇൻകം കുറച്ച് സേവ് ചെയ്ത് വെക്കുക. അതായത് അൺഎക്സ്പെക്റ്റഡ് കലാമിറ്റീസ്, അതായത് അൺഎംപ്ലോയ്മെൻറ്റ്, ഇഞ്ചുറി, ഇൽനെസ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ സേവ് ചെയ്ത് വെച്ചതിൽ നിന്ന് നമുക്ക് കൺസംഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതും കൺസംഷനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ ഫോർസൈറ്റ്, കാൽക്കുലേഷൻ, ഇൻഡിപെൻഡൻസ്, ഇതൊക്കെ ജസ്റ്റ് ഇതിലിങ്ങനെ പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അതർ സബ്ജക്റ്റീവ് ഫാക്ടേഴ്സ്, സോഷ്യൽ പ്രഷർ, കൺസ്യൂമർ എക്സ്പെക്റ്റേഷൻ. പിന്നെ ഒബ്ജക്റ്റീവ് ഫാക്ടേഴ്സ് വരുന്നത് കൺസ്യൂമർ ക്രെഡിറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്, ഇൻകം, അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇൻകം ഡിസ്ട്രിബ്യൂഷൻ, വെൽത്ത്, സ്റ്റോക്ക് ഓഫ് ഡ്യൂറബിൾ കൺസ്യൂമർ ഗുഡ്സ്, ക്യാപിറ്റൽ ഗെയിൻസ്, പ്രൈസ് ലെവല്, ഫിനാൻഷ്യൽ പോളിസീസ് ഓഫ് കോർപ്പറേഷൻ, സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്. അപ്പോൾ ഇത്രയാണ് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷനിൽ. ജസ്റ്റ് ഒന്ന് എന്താണ് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ എന്നുള്ള കാര്യം ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ, ദിസ് ഓൾ അബൌട്ട് സൈക്കോളജിക്കൽ ലോ ഓഫ് കൺസംഷൻ.